എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ആണ് സിമ്പിൾ പെൻഡുലം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് സിമ്പിൾ പെൻഡുലം. ഷുവറായിട്ട് ചോദിക്കുന്നതാണ്, എല്ലാ സ്കൂളുകളിലും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എയിം എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡിറ്റർമൈൻ ദ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിത്ത് ഡിഫറെൻറ്റ് ലെങ്സ് ആൻഡ് ടു ഫൈൻഡ് ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ്. അതൊരു എയിമാണ്. ദെൻ സെക്കൻഡ് വൺ, ടു ഡിറ്റർമൈൻ ദ പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിത്ത് ഡിഫറെൻറ്റ് ലെങ്സ് ആൻഡ് ഹെൻസ് ടു ഫൈൻഡ് ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് ബൈ പ്ലോട്ടിംഗ് LT² ഗ്രാഫ്. മനസ്സിലായോ? അതായത് സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചിട്ട് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബൈ കാൽക്കുലേഷനും അതുപോലെ തന്നെ LT² ഗ്രാഫിൽ നിന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് തിയറി നോക്കാം. തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നോക്കാം. സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് അറിയാം. അപ്പാറ്റസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ത്രെഡിൽ ഒരു ബോബ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു അപ്പാറ്റസ് ആണ്. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തിയറി നോക്കാം. ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേഷൻ മെത്തേഡിൽ നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് G = 4π² × L/T² കേട്ടോ. 4π² × L/T² ആണ് നമ്മുടെ ഇക്വേഷൻ. വേർ T ഈസ് എ ടൈം പീരീഡ് ഓഫ് ദി പെൻഡുലം വിത്ത് ലെങ്ത് L കേട്ടോ. ലെങ്ത് L ഉള്ള പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് T എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? LT² ഗ്രാഫിൽ നിന്നും നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗ്രാഫ് കേട്ടോ. ഗ്രാഫിൽ നിന്നാണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഗ്രാഫ് നിങ്ങൾ റഫായിട്ട് വരച്ചിരിക്കണം കേട്ടോ. X ആക്സിസിൽ Lഉം Y ആക്സിസിൽ T² ആണ് എടുക്കേണ്ടത്. അപ്പം LT² ഗ്രാഫ് കിട്ടും. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ABC അടയാളപ്പെടുത്തുക. ദെൻ എ ബി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, X ആക്സിസിലെയാണ്. BC എന്ന് പറയുന്നത് Y ആക്സിസിലെയാണ് കേട്ടോ. അപ്പം L/T² എന്ന് പറയുമ്പോൾ AB/BC വരും. ദെൻ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? G = 4π² × AB/BC അല്ലേ? അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിൽ നിന്നും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഈ രണ്ട് മെത്തേഡാണ് സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത്. കാൽക്കുലേഷൻ മെത്തേഡിലും G കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എന്താണ് ഗ്രാഫിൽ നിന്നും G കണ്ടുപിടിക്കാനും. മനസ്സിലായല്ലോ? അപ്പം തിയറി പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു പർട്ടിക്കുലർ ലെങ്ത് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഈ ബോബിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുക കേട്ടോ. ഓസിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വരെ വരുന്ന ആ സമയം, അതാണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ബോബ് ഇരിക്കുന്നതെങ്കിൽ ഈ ബോബ് ഈ സൈഡിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വരും, അതാണ് ഒരു ഓസിലേഷൻ. അപ്പോൾ അതിനെടുക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ല? അങ്ങനെ എങ്ങനെയാണ് 20 ഓസിലേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വിടാൻ നേരത്തെ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക, എണ്ണുക. 1 ഓസിലേഷൻ, 2 ഓസിലേഷൻ, 3 ഓസിലേഷൻ, അങ്ങനെ 20 ഓസിലേഷൻ ആകുന്ന സമയമാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായല്ലോ? അത് 2 പ്രാവശ്യം ചെയ്യുക കേട്ടോ. ഒരു ലെങ്തിന് 2 പ്രാവശ്യം ചെയ്യുക. പിന്നെ ലെങ്ത് നമ്മൾ വേരി ചെയ്യുക കേട്ടോ. 50 വല്ലതും സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എങ്ങനെയാണോ നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതേ മെത്തേഡ്. 15 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ 15 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം മിനിമം ഒരു 4 റീഡിംഗ് എങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ ടീച്ചർ പറയും ഇത്ര റീഡിംഗ് എടുക്കണം എന്ന് പറയുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ പാർട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ള. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ നമ്മൾ എഴുതുക. ദെൻ ഇവിടെ എന്താണ് നമ്പർ, ട്രയൽ നമ്പർ കേട്ടോ. മിനിമം ഞാൻ പറഞ്ഞ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്നതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ട്രയൽ നമ്പർ ഞാൻ ആദ്യത്തെ ട്രയൽ നമ്പർ 1 എഴുതി. അതിലത്തെ ഒരു ലെങ്ത് ഞാൻ 50 എടുക്കുകയെന്ന് ചോദിച്ചു. 50 ആണ് ഞാൻ ആദ്യത്തെ ലെങ്ത് എടുത്തത്. ദെൻ അത് ഓസിലേറ്റ് ചെയ്യുക. ഓസിലേറ്റ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ? ഇങ്ങനെ ബോബ് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ദെൻ ഇങ്ങനെ കേട്ടോ. നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ ചെയ്യുകോട്ടെ. 20 ഓസിലേഷൻ്റെ ടൈം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു 50 ലെങ്തിന് എനിക്കിവിടെ കിട്ടിയത് ഒരു 28 സെക്കൻഡാണെന്ന് വിചാരിച്ചു കിട്ടിയിരുന്നത്. അത് എഴുതുക. അതൊന്നുകൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 28 തന്നെ വന്നു എന്ന് വിചാരിച്ചു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അടുത്ത ഞാനൊരു സെക്കൻഡ് ഞാനൊരു 60 ലെങ്ത് വെച്ചു. ദെൻ ഇതുപോലെ തന്നെ 20 ഓസിലേഷൻ്റെ ടൈം കണ്ടുപിടിച്ചു. അതൊരു 31 ആണ്. റിപ്പീറ്റ് ചെയ്തപ്പോഴും എനിക്ക് 31 തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു. ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് 70 വെച്ചു കേട്ടോ. 70 വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 34 കേട്ടോ. 34 സെക്കൻഡ്. അതും രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ 34 വന്നു. ദെൻ അടുത്ത ഒരു 80 വെച്ചു കേട്ടോ. 80ക്കൊരു 36 വന്നു. രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ 36. നിങ്ങൾ 2-3 പ്രാവശ്യം നിങ്ങളിപ്പോൾ കുറേ മോഡലൊക്കെ ചെയ്ത് അല്ലാതെ ചെയ്തപ്പോൾ മനസ്സിലായി കാണുമ്പോൾ റീഡിങ്ങും വാല്യൂസൊക്കെ ഏകദേശം എത്രയാണ് വരുന്നതെന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ.
ഇനി എന്ത് ചെയ്യണം? മീൻ വാല്യൂ എടുക്കുക ഇല്ലേ? ഇതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. മീൻ വാല്യൂ ഇവിടെ 28. ദെൻ എന്താണ്? T/20 ചെയ്യുക. ഇവിടെ മീൻ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സ്മോൾ ടി, അതേ ഡിവൈഡ് ബൈ 20 ഓസിലേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ടി എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 28 ആണ്. 28 ഡിവൈഡ് ബൈ 20 ചെയ്യുക കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് ആദ്യമേ കിട്ടുന്നത് 1.4 വരും. രണ്ടാമത്തെ 1.55, 1.7, 1.8. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇപ്പോൾ ടി സ്ക്വയർ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? L/T². L എന്ന് പറയുന്നത് 50 ആണ് കേട്ടോ. ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് വരുന്നത് കേട്ടോ. നോക്കട്ടെ, ലെങ്ത് എല്ലാം ഇവിടെ സെൻറ്റിമീറ്ററിലാണ് വരുന്നത് കേട്ടോ. അപ്പം L/T² എന്ന് വരുമ്പോൾ ഇവിടുത്തെ യൂണിറ്റ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതിന് നമ്മൾ L/T² കണ്ടുപിടിക്കണം. L 50 ആണ്. 50 ഡിവൈഡ് ബൈ 1.96 ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ L/T² കാണാം. L എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 ഡിവൈഡ് ബൈ 1.96 ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 25.51 വന്നു. then അടുത്ത് 24.97 വന്നു. അടുത്തത് ഒരു 24.22 എന്ന് വന്നു. then 24.69 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് L/T² വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എന്താണ് L/T² ഉള്ളത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 24.5നും അതുപോലെ തന്നെ 25.5 കേട്ടോ. അതിൻ്റെ ഒരു ഇടയിലായിരിക്കണം നിങ്ങൾക്ക് L/T² കിട്ടേണ്ടത്. എങ്കിലാണോ നമുക്ക് ജിയുടെ വാല്യൂ കറക്റ്റ് ആ 9.8 എന്ന് പറഞ്ഞൊരു റേഞ്ചിൽ വരത്തുള്ളൂ. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരണം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ L/T² ശ്രദ്ധിച്ചോണം. ഈ L/T² വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 24.5 അല്ലെങ്കിൽ 24 to 25 എന്ന് പറയാം. അങ്ങോട്ട് ആ ഒരു റേഞ്ചിൽ 24.5 to 25.5 ആ ഒരു റേഞ്ചിലായിരിക്കണം നമുക്ക് വാല്യൂ കിട്ടേണ്ടത്, ഈ L/T² വാല്യൂ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ആദ്യമേ നമ്മൾ 50 ലെങ്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം 28 ഒക്കെ വന്നിരിക്കണം. ആ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, റെക്കോർഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റീഡിങ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഓരോന്നും വാല്യൂ ഇത്രയാണ് വരുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നോക്കുക കേട്ടോ, ഈ വാല്യൂ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ L/T² എന്ന് പറയുന്ന ഈ വാല്യൂ എന്ന് പറയുന്ന ഒരു 24നും 25 അല്ലെങ്കിൽ 24.5 to 25.5 ആ ഒരു റേഞ്ചിലായിരിക്കണം വാല്യൂ വരേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി എൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 4 ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് 24.84 ആണ് കേട്ടോ. 24.84 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. സെൻറ്റിമീറ്ററിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത് ഇല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുക. അപ്പോൾ 4 അല്ലേ, 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ആണ് കേട്ടോ. 3.14 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു L/T² മീൻ എത്ര വന്നു? 24.84. മനസ്സിലായല്ലോ? അപ്പം ഇത് ചെയ്യുക കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 979 സെൻറ്റിമീറ്റർ എന്ന് വരും കേട്ടോ. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. മനസ്സിലായല്ലോ? നമുക്ക് വാല്യൂ എങ്ങനെയാണ് വരേണ്ടത്? മീറ്ററിലല്ലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരേണ്ടത്. അപ്പോൾ എത്ര വരും? 9 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുക. അപ്പം 9.79 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടിയല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ കാൽക്കുലേഷൻ 9.79 ആണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ 9.8 ആ ഒരു റേഞ്ചിൽ വരിക. 9.6 to 10 വരെ വേരി ചെയ്യാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ L/T² വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ആ L/T² വാല്യൂ ഈ ഒരു റേഞ്ചിൽ വന്നിരിക്കണം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യുമ്പോൾ കേട്ടോ. എങ്കിലേ ഉള്ളൂ ഈ ഒരു 9 സംതിങ് അല്ലെങ്കിൽ 9.6 അബോ അല്ലെങ്കിൽ 9.7 അബോ വാല്യൂ കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഇപ്പം 9.8 കറക്റ്റ് കിട്ടത്തൊന്നുമില്ല കേട്ടോ. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയാം. പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ എററൊക്കെ വരാം ഇല്ല, പലതരത്തിലുള്ള എറർ വരാം. പേഴ്സണൽ എയറും അല്ലെങ്കിൽ അപ്പാറ്റസിൻ്റെ എററൊക്കെ വരാം ഇല്ലേ. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് വാല്യൂ കിട്ടില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിൽ വേണം വാല്യൂ കിട്ടേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മളെങ്ങനെയാണ് ബൈ കാൽക്കുലേഷനിൽ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി എന്തായിരുന്നു അടുത്ത എയിം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫിൽ നിന്നും ഗ്രാഫ് വരയ്ക്കുക. L/T² ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ X ആക്സിസിൽ എല്ലും Y ആക്സിസിൽ T² ആണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്ത വാല്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത് കേട്ടോ. സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? X ആക്സിസിൽ 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ഡിവിഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ. Y ആക്സിസിൽ എന്താണ്? Y ആക്സിസിൽ
10 ഡിവിഷൻ, വൈ ആക്സിസിൽ 10 ഡിവിഷൻ എന്ന് വെച്ചാൽ 1 t² ആണ്, അതായത് 1 സെക്കൻഡ് സ്ക്വയർ എന്ന് വരും കേട്ടോ, 1 സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഇനിയിപ്പോൾ ഗ്രാഫ് വരയ്ക്കാം. എന്താ നോക്കുക, 50ക്ക് 1.96 ആണ്. അപ്പോൾ 1.96 എന്ന് പറയുമ്പോൾ ഏകദേശം 2നോട് തന്നെ നമുക്ക് അടുപ്പിച്ച് വരയ്ക്കാം കേട്ടോ. 2ൻ്റെ അവിടെ നമുക്ക് എടുക്കാം. ദെൻ 60ക്ക് 2.440 വരും. അപ്പോൾ 60ക്ക് 2.4 വരും. അപ്പോൾ അതാ ഇവിടെയായിട്ട് പോയിന്റ് വരും. 70ക്ക് 2.89 ആണ്. 70ക്ക് 2.89 ആണ്. അപ്പോൾ അതാ ഇവിടെയായിട്ട് പോയിന്റ് വരും. ദെൻ 80ക്ക് 3.24 ആണ് കേട്ടോ. 3.24 അതാ ഇവിടെയായിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ പോയിന്റുകളെല്ലാം കൂടെ നമ്മളങ്ങ് ജോയിൻ ചെയ്യുവാണ് കേട്ടോ. ഇതിങ്ങനെ ജോയിൻ ചെയ്യും. ഇനി നമ്മൾ 2 പോയിന്റുകൾ എടുക്കുക. 2 പോയിന്റ് നമ്മൾ സ്ലോപ്പ് എടുക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ് എടുക്കാം, അതുപോലെ തന്നെ ഇവിടുന്ന് മുന്നോട്ട് എടുക്കാം. പേര് വെച്ച് തന്നെ വരയ്ക്കുക കേട്ടോ. സ്ലോപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ പേര് കൊടുത്തു, എ എന്ന് കൊടുത്തു. ഇത് ബി ആണ്, ഇത് സി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് തന്നെ L/T² അല്ല വേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്നാ G = 4π² L/T² ആണ്. ഇവിടെ ഗ്രാഫിൽ നിന്നാകുമ്പോൾ എങ്ങനെയാണ് 4π² AB/BC എന്നാണ് വേണ്ടത്. AB/BC നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ AB കണ്ടുപിടിക്കണം. AB എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, AB = ഇതാണ് AB എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ലെങ്തിൻ്റെ കേസിൽ വരുമ്പോൾ അപ്പം ബി ഇതാണ്, എ ഇതാണ്. അപ്പം ബിയുടെ വാല്യൂ 70 വരും. 70 - 50 എന്ന് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ആൻസർ 20 എന്ന് വരും, 20 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ BC, അപ്പോൾ നമ്മൾ BC കണ്ടുപിടിക്കണം. BC എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടുന്ന് വരും. അപ്പോൾ 2.8 വരും. 2.8 - B എന്ന് പറഞ്ഞിരിക്കുന്നത് 2 വരും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ 2.8 - 2 എന്ന് പറയുമ്പോൾ എത്ര വരും, 0.8 വരും. BC എന്ന് പറഞ്ഞിരിക്കുന്നത് 0.8 സെക്കൻഡ് സ്ക്വയർ. ഇതാ നമുക്ക് AB/BC കണ്ടുപിടിക്കാമല്ലോ. AB/BC എന്ന് പറയുമ്പോൾ AB 20 ആണ്. 20/BC എത്രയാണ്, 0.8 വരും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 എന്ന് വരും കേട്ടോ. 25 എന്ന് വരും. ദെൻ നമുക്ക് എന്താണ്, G ആണ് ഇത് കണ്ടുപിടിക്കുക. G = 4π² AB/BC ഇങ്ങനെ എഴുതണം കേട്ടോ. ഇക്വേഷനൊക്കെ എഴുതി വേണം നിങ്ങൾ ചെയ്യാവുള്ളൂ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, 4 അല്ലേ, 4 × 3.14² AB/BC എന്ന് വെച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചിരിക്കുന്നത് 985.96 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം. ജിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതണം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് എഴുതുമ്പോൾ 9.85 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായല്ലോ. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടു കിട്ടി ഇല്ല. എത്രയാണ് വാല്യൂ, 9.85 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ഗ്രാഫിൽ നിന്നും വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ. അപ്പം ഗ്രാഫ് വരയ്ക്കണം കൃത്യമായിട്ട് ഓർത്താണ് കേട്ടോ. ഈ വാല്യൂ ഞാൻ പറഞ്ഞാൽ AB/BC ആണെങ്കിലും 24.5നും 25.5നും ഇടയ്ക്ക് വന്നാലാണ് നമുക്ക് ആ കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ക്ലിയർ ആയല്ലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം ഗ്രാഫ്. ഇനി ചിലപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മിക്കവാറും ഗ്രാഫ് വരയ്ക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം ഫ്രം ഗ്രാഫ്. ഗ്രാഫിൽ നിന്നും സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സെക്കൻഡ് പെൻഡുലം എന്ന് വെച്ചാൽ ടൈം പീരീഡ് കേട്ടോ. ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്ന പെൻഡുലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ വൈവായിക്കായിട്ട് ചോദിക്കാം കേട്ടോ. വാട്ട് യു മീൻ ബൈ സെക്കൻഡ് പെൻഡുലം എന്നാണ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആവുന്ന പെൻഡുലത്തിനെയാണ് നമ്മൾ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് എന്താണ്, T² ആണ്. ടൈം പീരീഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്, T² ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് പെൻഡുലം എന്ന് പറയുമ്പം 2 സെക്കൻഡാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എത്രയാണ്, 4 വരും. അപ്പോൾ ആ 4 വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. മനസ്സിലായല്ലേ, 4 വാല്യൂ ഇവിടെ നമ്മൾ എടുക്കുക. ഈ ഗ്രാഫ് നമ്മളിങ്ങനെ നീട്ടി ഇങ്ങനെ വരയ്ക്കും കേട്ടോ. നിങ്ങളിങ്ങനെ നീട്ടി വരയ്ക്കണം കേട്ടോ ഗ്രാഫ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ടച്ച് ചെയ്യും, അവിടുന്ന് നേരെ താഴോട്ട് വരുമല്ലോ. അവിടുന്ന് നേരെ നമ്മൾ താഴെ സ്കെയിൽ വെച്ച് ലെങ്ത് എടുക്കും. ആ ലെങ്ത് എത്രയാണോ അതാണ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90.5 എന്ന് വരും കേട്ടോ. അല്ലെ ടൈം ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം എന്ന് പറയുമ്പം 90.5 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ കിട്ടുന്ന ലെങ്ത് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു പ്രശ്നമാണ്, ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ് സെക്കൻഡ് പെൻഡുലം എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ 2വിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ T² ആണോ, അപ്പോൾ T² വാല്യൂ ടൈം പീരീഡ് 2 ആണോ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ 4 ആണ്. അവിടുന്ന് താഴേക്ക് വരയ്ക്കുക. ആ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. സ്കെയിൽ വെച്ച് വരയ്ക്കണം. ആ വാല്യൂ ആണ് എഴുതേണ്ടത്.
മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് എഴുതും? റിസൾട്ട് എടുത്ത് എഴുതണം കേട്ടോ. അപ്പോൾ വാല്യൂസ് നമ്മൾ റിസൾട്ട് എടുത്ത് എഴുതണം. മറന്നു പോകല് എത്രയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത് 9.75 ആണ് കേട്ടോ. 9.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം LT സ്ക്വയർ ഗ്രാഫിൽ നമുക്ക് കിട്ടിയത് 9.85 ആണ് കേട്ടോ. 85 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം ഫ്രം ഗ്രാഫിൽ നിന്ന് നമ്മൾ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. കൃത്യമായിട്ട് 4 കേട്ടോ. ടൈം പീരീഡ് 4 ആണ്. T സ്ക്വയർ ആയതുകൊണ്ട് 4ൻ്റെ അകത്ത് നേരെ വരയ്ക്കുക, ലൈനെ ടച്ച് ചെയ്യുക, അവിടുന്ന് നേരെയുള്ള ലെങ്ത് എത്രയാണ്. ഇവിടെ ഞാനിപ്പോൾ എഴുതുന്നത് 90.5 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. അത് കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിടണം കേട്ടോ. 90.5 × 10⁻²- മീറ്റർ. എപ്പോഴും യൂണിറ്റ് റിസൾട്ട് എഴുതുമ്പോൾ യൂണിറ്റ് SI യൂണിറ്റിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എല്ലാവർക്കും മനസ്സിലായല്ലോ. ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തന്നെ എഴുതുക. ആ വാല്യൂവിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾ നല്ലോണം പഠിക്കുക, പഠിച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ ഓർത്തോണം, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഓർത്തോണം ഇതിൻ്റെ വാല്യൂ ഏത് റേഞ്ചിൽ വേണം? 24.5 to 25.5 ആ ഒരു റേഞ്ചിലായിരിക്കണം നിങ്ങൾ L/T² വാല്യൂ വരേണ്ടത്. 50, 60, 70, 80 ഏകദേശം വാല്യൂ എത്രയാണ് വരുന്നതെന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് പോയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. യൂണിറ്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. റിസൾട്ട് എഴുതുമ്പോൾ SI യൂണിറ്റിലായിരിക്കണം എപ്പോഴും എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ